ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് കമൻറ്റോളികൾക്കുള്ള ഒരു മറുപടി. അതിൽ മെയിൻലി ലേഡീസ് ഓൺ എ മിഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ലേഡീസ് ഓൺ എ മിഷൻ അതിൻ്റെ പേര്. പക്ഷേ അത് എന്താണ് എന്ന് ചോദിച്ചാൽ ഒരമ്മയും കുഞ്ഞുമുണ്ട്. സോഷ്യൽ മീഡിയ മുഴുവനും നടന്ന് കരഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരമ്മ, അതായത് മകളുടെ കണ്ണീര് വിറ്റ് ജീവിക്കുന്ന ഒരമ്മ. ആ അമ്മയെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി, അതായത് എല്ലാ ലേഡീസിനെയും സപ്പോർട്ട് ചെയ്യുവാനെന്ന് പറഞ്ഞ് തുടങ്ങി, പിന്നെ ആ അമ്മയെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി മാത്രം മാറ്റിയ ഒരു വാട്സപ്പ് കൂട്ടായ്മ. അതിലൊരു സ്ത്രീയുണ്ട്, സെൽമ എന്ന്. ഇവൾക്ക് എന്നോട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ ഈ പറയുന്ന അമ്മ ഉള്ള ഗ്രൂപ്പിൽ, ഈ പറയുന്ന അമ്മയ്ക്ക് വേണ്ടി തുടങ്ങിയ ആ ഒരു ഗ്രൂപ്പിൽ എന്നെ അറിയാതെ തന്നെ ഒരാൾ ആഡ് ചെയ്തു. ജിനൂസ് ആഡ് ചെയ്തു, എന്നോട് ചോദിച്ചിട്ടല്ല. സോ അവിടെ നല്ല രീതിക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് ഈ കുഞ്ഞിൻ്റെ അമ്മയോട്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഐ ആം ഓക്കെ, ബട്ട് ദയവേത് ആ കുഞ്ഞിൻ്റെ കണ്ണീര് അത് മാത്രം കണ്ടന്റ് ആക്കരുത്. എന്തോ പ്രശ്നം ഉണ്ടാക്കട്ടെ, കണ്ടന്റ് ആക്കരുതെന്ന് പറഞ്ഞു. കൂട്ടാക്രമണമായിരുന്നു എനിക്ക് നേരെ. ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് എല്ലാ പെണ്ണുങ്ങളും ചേർന്ന് കൂട്ടാക്രമണം. അതങ്ങനെയല്ല ഇങ്ങനെയല്ല. അപ്പോൾ എനിക്കൊരു കോള് വരുന്നു, പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങളത് കണ്ടന്റിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ മകളും കരയാറുണ്ട്. ഞാനും അച്ഛനില്ലാത്ത ഒരു കുട്ടിയുടെ അമ്മയാണ്. അപ്പോൾ എൻ്റെ മകളും കരയാറുണ്ട്. ഞാനത് വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കാറില്ല. എൻ്റെ മകൾ കരയുമ്പോൾ ഞാൻ നല്ല ഉടുപ്പെല്ലാം ഇടിച്ചു കൊടുത്തത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് പോലും അവരുടെ ചാനലിൽ കുഞ്ഞിന് നല്ല ഉടുപ്പൊക്കെ ഇടിച്ച് സോഫയിലിരുത്തി ചെയറിലിരുത്തി കരയിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് വീഡിയോ ആക്കിയിട്ടുണ്ട്. സോ ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പ്രത്യേകിച്ച് എനിക്ക് ഈ കുഞ്ഞുങ്ങൾ കരയുന്ന കാണുമ്പോൾ സങ്കടം വരും. അതുകൊണ്ടാണ് ഞാൻ അന്നത് പറഞ്ഞത്. അപ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞത്, എൻ്റെ കുഞ്ഞ് കരയുന്നില്ല, നീ സങ്കടപ്പെടേണ്ടതാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഞാൻ നോക്കേണ്ട. ഓഫ് കോഴ്സ് അവർ തന്നെയാണ് നോക്കേണ്ടത്. അപ്പോൾ അന്ന് ആ ഒരു അറ്റാക്ക് എനിക്ക് വന്ന സമയത്ത് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന മാതിരി ഈ കുഞ്ഞിനെ വിറ്റ് കണ്ടന്റ് ആക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അറ്റാക്ക് വന്നു. ഞാനും തിരിച്ച് പറഞ്ഞു. അവർ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്നെ അറ്റാക്ക് ചെയ്തു. പിന്നീട് ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു കോൾ വരുന്നു. അത് ഈ വിവിയുടെ കോളാണ്. അപ്പോൾ വിവി എന്നോട് പറഞ്ഞു, ചേച്ചി ഹാറ്റ്സ് ഓഫ്, ആ ഗ്രൂപ്പിൽ ആർക്കും ഇത് പറയാനുള്ള നട്ടലില്ല, എനിക്കും അതിൽ താല്പര്യമില്ല. ജംഷീറും ജിനൂസും ചെയ്യുന്നത് ഈ പറയുന്ന കുഞ്ഞിൻ്റെ അമ്മയെ മാത്രം സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പാക്കി ഇതിനെ മാറ്റുകയാണ്. ലേഡീസ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഈ പറയുന്ന കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഓൾറെഡി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കയിൽ നിന്നൊരു ചേച്ചിക്ക് ആശയിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇവർ ചെയ്തത് പിറ്റന്നാൾ ലൂലു മാളിൽ പോകുന്നതാണ്. പിന്നെ വേറെ എവിടെ നിന്നോ കാശയച്ചു കൊടുത്തു, എന്തിൻ്റെ ലോട്ടറി അടിച്ചു. അതുകൊണ്ട് ഇവർ പോയത് ബ്യൂട്ടി പാർലറാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മളത് വിശ്വസിച്ചിട്ട് നമ്മളത് അവിടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞു, അത് എൻ്റെ തെറ്റാണ്. ഓക്കെ, ഒരാളെ വിശ്വസിച്ച് നമ്മൾ പറഞ്ഞു എൻ്റെ തെറ്റാണ്, എൻ്റെ തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. സോ അപ്പോൾ ഇവരെന്നെ വെല്ലുവിളിച്ചു, ഞങ്ങൾ ആരുടെയെങ്കിലും കാശ് മേടിച്ച തെളിവ് തരാമോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ അടുത്ത് വിവി പറയുന്നുണ്ട് ഇവർക്ക് കാശ് കൊടുത്ത ആൾക്കാരുടെ തെളിവ് ഇവൻ്റെ കയ്യിലുണ്ടെന്ന്. ഞാനത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അതെ തെളിവ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്നാൾ ഞാൻ വിവിയോട് ചോദിച്ചപ്പോൾ വിവി പറഞ്ഞു, അത് ഞാൻ അങ്ങനെ പറഞ്ഞില്ല ചേച്ചിയോട്. വിവി കാല് വാരി. സോ ഞാൻ എന്ത് ചെയ്തു, താരയെ കോണ്ടാക്ട് ചെയ്തു. താര എനിക്ക് തെളിവ് തന്നു ഇവരൊരാളുടെ കയ്യിൽ നിന്ന് കുറേ കാശ് വാങ്ങിയിട്ടുള്ളത്. ഞാനത് ആ ഗ്രൂപ്പിലും ഇട്ടു. പിന്നെ ഇവർ പേഴ്സണലി എന്നെ മുംതാസ് എന്ന് പറയുന്നൊരു സ്ത്രീയും ഇവരും കൂടി എന്നെ വെല്ലുവിളിച്ചു. കോൺഫറൻസ് കോൾ വിളിച്ച് എന്നെ വെല്ലുവിളിച്ചു, നിൻ്റെ കയ്യിൽ നിനക്ക് തെളിവുണ്ടെങ്കിൽ ഇടന്ന്. എന്നിട്ട് എന്നെ തെറിയും വിളിച്ചു മുംതാസ്. അപ്പോൾ എനിക്ക് വാശി കയറി. ഈ കാശ് മേടിച്ചതിൻ്റെ തെളിവ്, ഇവരുടെ വോയിസ് റെക്കോർഡോ ഒരു കുന്തോ ഞാൻ ഇടാൻ പോയിട്ടില്ല. കാശ് മേടിച്ചതിൻ്റെ തെളിവ് ഞാൻ കൊണ്ടുപോയിട്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ കാശ് മേടിച്ചിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും ഒരേ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് കാശ് കടം വാങ്ങിച്ചിട്ടുള്ള, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചൊരു വ്യക്തിയാണ്. ഞാൻ വാങ്ങിച്ചിട്ട് ഇന്ന് വരെ ആ കാശ് ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല. അതും ഞാൻ സോഷ്യൽ മീഡിയയിൽ മുന്നിൽ സമ്മതിക്കുന്നു. ഇന്ന് ഞാൻ ഒരാൾക്ക് 27,500 രൂപ ഞാൻ കൊടുക്കാനുണ്ട്. ഞാനത് കൊടുക്കില്ല, തീരുമാനിച്ച കേസാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തി, എനിക്ക് കാശ് കടം തന്ന വ്യക്തി എൻ്റെ മകളെ പ്രഗ്നൻ്റ് ആക്കിയ, നിങ്ങൾ ചിന്തിക്കണം, ആ വ്യക്തിക്ക് 45 വയസ്സുണ്ട്. എൻ്റെ മകൾക്ക് വെറും 15 വയസ്സാണ്.
15 വയസ്സുള്ള എൻ്റെ കുട്ടിയെ പിഴപ്പിച്ച് ഒന്നും സോഷ്യൽ മീഡിയയിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എൻ്റെ മോളെ, ആ മോളെ പിഴപ്പിച്ച് ഒന്നും, ആ മോൾക്ക് പച്ചമാങ്ങ വാങ്ങിച്ചു കൊടുത്തെന്നും, എൻ്റെ മകളുടെ തലമണ്ട അടിച്ചു പോകുമെന്നും, എൻ്റെ ഒറ്റ മകൾക്ക് ഞാൻ കൊള്ളി വെക്കുമെന്ന് വരെ സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുകയും ലൈവ് ഇടുകയും ചെയ്തു. ഇപ്പം 2 ദിവസത്തിന് മുമ്പ് വരെ എൻ്റെ മകൾ, അവൻ്റെ അതായത് ഈ 45 വയസ്സുള്ള അവൻ്റെ കാമുകിയായിട്ടുള്ള എൻ്റെ മകളെ വിവി കൂടെ കിടന്നു എന്ന് പറഞ്ഞ് അവൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു. എൻ്റെ കയ്യിലുണ്ട് സ്ക്രീൻഷോട്ട്, എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇത്രയും ദൂരം എൻ്റെ മകളെ, എന്നെ അവൻ സോഷ്യൽ മീഡിയയിൽ എന്ത് പറഞ്ഞാലും എനിക്ക് പുല്ലാണ്. എന്നെ സെബാൻ എന്നൊരുത്തനെ ചേർത്ത് വെച്ച് പറഞ്ഞു, എനിക്ക് ചിട്ടി തരുന്ന എൻ്റെ വീട്ടിലെ ചിട്ടി അണ്ണനെ ചേർത്ത് വെച്ച് പറഞ്ഞു. ഇവനറിയാമോ ആ ചിട്ടി അങ്കിൾ ആരെന്ന്? ഞാൻ ചിട്ടി അങ്കിളെന്നാണ് വിളിക്കുന്നത്. അയാളാരെന്ന് എന്നെ വിളിച്ച ഒരു വക്കീലിനെ ചേർത്ത് വെച്ച് പറഞ്ഞു. ഈ വക്കീലിനെ ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. മനസ്സിലായോ? ഇത്രയും എന്നെ സോഷ്യൽ മീഡിയയിൽ പരപുരുഷന്മാരെ ചേർത്ത് വെച്ച് പറയുകയും എൻ്റെ മകൾക്ക് ഇവനാണ് ഗർഭമുണ്ടാക്കിയതെന്ന് പറയുകയും. നിങ്ങൾ ചിന്തിക്കണം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളാണ്. ഇന്നത്തെ എൻ്റെ ഈ ചാനൽ എൻ്റെ മകൾക്ക് അറിയില്ല, അന്നത്തെ എൻ്റെ ഈ ചാനൽ എൻ്റെ മകൾക്ക് അറിയാം. ഓക്കെ, സോ ഇത്രയൊക്കെ പറഞ്ഞ ഒരുത്തന്, എന്നെ സോഷ്യൽ മീഡിയയിൽ ഡീഫെയിം ചെയ്തവർ തന്നെ, ഞാനൊരു ഡീഫെയിമേഷൻ കേസ് ഫയൽ ചെയ്താൽ ഇവൻ എനിക്ക് ലക്ഷങ്ങൾ നഷ്ടപരിഹാരം തരേണ്ടി വരും. പക്ഷെ ആ വാശിയുടെ പുറത്ത് ഞാൻ ആ കാശ് തിരിച്ചു കൊടുത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെങ്കിലും ഇവൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ട് ആ കാശ് ഞാൻ പണ്ടാരടങ്ങും. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പറഞ്ഞു, നീ ഇവൻ്റെ കാശ് അനാഥാലയത്തിൽ കൊടുക്കരുത്, ആ പിള്ളേർക്ക് പോലും അത് ശരീരത്തിൽ പിടിക്കത്തില്ല. സോ ഞാൻ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്, ഇവൻ എന്നെ പറയാവുന്ന, ഇവൻ എൻ്റെ മകളെ പറയാവുന്ന ദൂരം പറഞ്ഞോട്ടെ. ഇതെല്ലാം പറഞ്ഞു തീരുമ്പോൾ ഇവൻ്റെ അക്കൗണ്ട് നമ്പർ എടുത്ത് ഞാൻ ആ കാശ് അങ്ങ് ഇട്ട് കൊടുക്കും. അത് ഇട്ട് കൊടുത്തതിന് ശേഷം പറ എന്ന് എന്നോട് പറഞ്ഞിട്ട് ആരും വരണ്ട. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കും. പക്ഷെ ഈ പറയുന്ന കുഞ്ഞിൻ്റെ അമ്മയെ പോലെ ഞാൻ വാങ്ങിയിട്ടില്ലെന്നോ ഞാൻ എടുത്തിട്ടില്ലെന്നോ തെളിവ് താന്നോ ഞാൻ ബില്ല് വിളിച്ചിട്ടില്ല. ഞാൻ വാങ്ങിയെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ വേറെ ആരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ സെൽമ ആ തെളിവും കൊണ്ട് എന്നിട്ട് സെൽമ എന്നോട് പറ. ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടം ചോദിച്ചിട്ടുണ്ടാവാം. നിന്നോടൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ, നിന്നോട് ചോദിച്ചോ? നിനക്ക് എന്താണ് പ്രശ്നം? ഇപ്പം ഞാൻ ജിനൂസിനെതിരെ വീഡിയോ ചെയ്തതാണ് നിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ജിനൂസിൻ്റെ അന്തങ്ങൾ ഇവിടെ വന്ന് എന്നെ പണത്തിൻ്റെ പേരും പറഞ്ഞ് ഞൊട്ടാൻ നിൽക്കണ്ട. ആ ഞൊട്ടലിൽ വീഴുന്നവളല്ല സാനു. നിങ്ങൾ ഈ 15 യൂട്യൂബേഴ്സ് ഒരുമിച്ച് ഞൊട്ടാൻ വന്നിട്ട് അവിടെ ഒറ്റയ്ക്ക് പിടിച്ചിരുന്നവളാണ്. അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ട് കയറി ഞൊട്ടല്ലേ മോളെ സെലിമ അവസാനം കൂടുതൽ ഞെട്ടേണ്ടി വരും. പിന്നെ സെൽമ, ഞാൻ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെയും കാര്യങ്ങൾ ഇനി സോഷ്യൽ മീഡിയയിൽ ഇടരുതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ചെയ്യിക്കരുത് മോളെ, നീ ചെയ്യിക്കരുത്. നീയായിട്ട് അവളുടെ അന്ധമായിട്ടുള്ള നീ എൻ്റെ ചാനലിൽ വന്ന് അനാവശ്യം പറഞ്ഞ് എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. പിന്നെ എൻ്റെ ചാനലിൽ നീ പ്രഗ്നൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ചാനലിൽ നീ വോമിറ്റ് ചെയ്യുന്ന കണ്ടു. നിന്നോട് പറയാനുള്ളത്, നിൻ്റെ പ്രഗ്നൻസിയുടെ ഉത്തരവാദിത്വം നിൻ്റെ കെട്ടിയവനാണെങ്കിൽ അവൻ്റെ നെഞ്ചിൽ കൊണ്ട് വോമിറ്റ് ചെയ്യും. ഇല്ല വേറെ വല്ലവനും വഴി പോണവനാണെങ്കിൽ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി വോമിറ്റ് ചെയ്യും. എൻ്റെ ചാനലിൽ മേലെ കയറി വരരുത്. മനസ്സിലായോ? ജിനൂസിൻ്റെയും ഈ പറയുന്ന കുഞ്ഞിൻ്റെ അമ്മയുടെ അന്ധമേ. പിന്നെ ടോക്സിക് ചാനലെന്ന് നീ പറഞ്ഞു. ഞാൻ എന്ത് ടോക്സിസിറ്റിയാണ് ഈ ചാനലിൽ ചെയ്തത്? ഏതെങ്കിലും ആരുടെയെങ്കിലും ഇല്ലാത്ത കാര്യം ഞാൻ ഇതിനകത്ത് പറഞ്ഞു? എൻ്റെതുൾപ്പെടെ അടുത്തവരുടേതുൾപ്പെടെ ഉള്ള കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നേരിട്ട കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല നിൻ്റെ മറ്റേ മോങ്ങയമ്മയെ പോലെ ഞാൻ മോങ്ങ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടില്ല. മറ്റവനെ പോലെ കണ്ടവരുടെ അവിഹിതം വിറ്റ് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് മേലാൽ ഈ സെൽമ എന്ന് പറയുന്ന വിഷം ചുമ്മാ കയറി ഇങ്ങോട്ട് കൊണയ്ക്കാൻ വരരുത് കേട്ടോ. പോയി കെട്ടിയോൻ്റെ മടിയിൽ പോയി വൊമിറ്റ് ചെയ്തോട്, അല്ലെങ്കിൽ നിൻ്റെ കാമുകൻ്റെ മടിയിൽ പോ.